ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഹെലികോപ്റ്റർ റൈഡിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സിംബാബ്വേയിലെ വിക്ടോറിയ ഫോൾസിന് അടുത്താണ്. ഇവിടെ നമ്മൾ വിക്ടോറിയ ഫോൾസിൽ വരുമ്പോൾ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിലൊന്നാണ് ഈ ഒരു ഹെലികോപ്റ്റർ റൈഡ്. നമ്മുടെ സിംബാബ്വെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കേട്ടോ. വിക്ടോറിയ ഫോൾസ് എന്ന് പറയുമ്പോൾ സാംബിയ സിംബാബ്വെ ബോർഡറിലാണ് വരുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് നമ്മുടെ വിക്ടോറിയ ഫോൾസ്. വിക്ടോറിയ ഫോൾസിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ നമ്മളിന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഹെലികോപ്റ്ററിലൊക്കെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്, അതുപോലെ എക്സൈറ്റഡുമാണ്. നമ്മളിവിടെ ചെന്നപ്പോഴേ കുറച്ച് പേരൊക്കെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഹെലികോപ്റ്റർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൈ ചെയ്യും മുന്നേ തന്നെ നമുക്ക് സേഫ്റ്റിയെ പറ്റിയൊക്കെ ഒരു ക്ലാസ് തന്നിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ആദ്യം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് പോയത്. Adjust for your softball outside the window. നമ്മുടെ ഈ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും വെയിറ്റും ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുന്നത്. Okay, we're going to a helicopter. We're getting to the helicopter. Yes. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറുമ്പോൾ നമ്മുടെ തലയൊന്ന് ബെൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് കയറാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. പിന്നെ അതുപോലെ ക്യാമറയോ ഫോണോ നമ്മുടെ തലയോ കൈയോ ഒന്നും ഹെലികോപ്റ്ററിന് പുറത്തിടാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹെലികോപ്റ്ററിലേക്ക് കയറുവാണ്. അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഹെലികോപ്റ്ററിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ അങ്ങ് മാറി കേട്ടോ. നമ്മൾ ശരിക്കും ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ അതുപോലൊരു എക്സ്പീരിയൻസ് മാത്രം തന്നെയാണ് ഈ ഒരു ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോഴും. പിന്നെ ഒന്ന് ചരിക്കുമ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു പേടി വരും, അതേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വിക്ടോറിയ ഫോൾസിൻ്റെ മുകളിലായിട്ടാണ്. സിംബാബ്വേയിൽ വരാൻ അവസരം കിട്ടിയാൽ ഈ ഒരു ഹെലികോപ്റ്റർ റൈഡ് ആരും മിസ്സാക്കരുത് കേട്ടോ. അത്രയും നല്ലൊരു ലൈഫ് ടൈം മെമ്മറി തന്നെയായിരിക്കും ഈ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്ററിൽ വിക്ടോറിയ ഫോൾസിൻ്റെ തൊട്ട് മുകളിലെത്തിയിരിക്കുകയാണ്.
ഇവിടെ ഇരിക്കുമ്പോഴൊരു വ്യൂ എത്രത്തോളം മനോഹരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഹെലികോപ്റ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ശബ്ദവും ആ ഒരു ശക്തിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കേരളത്തിലെ ആതിരപ്പള്ളി വാട്ടർഫോൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ത്രില്ലില്ലേ, അതിൻ്റെ പ്രോ വെർഷനാണ് കേട്ടോ ഈ ഒരു വിക്ടോറിയ ഫോൾസ് എന്ന് പറയുന്നത്. ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു സിനിമ സീൻ കാണുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ സിംബാബ്വെ സാംബിയ ബോർഡറിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിനപ്പുറം സിംബാബ്വെയും ഇപ്പുറം സാംബിയയുമാണ്. അങ്ങനെ 15 മിനിറ്റത്തെ ഹെലികോപ്റ്റർ റൈഡിന് ശേഷം ഞങ്ങളുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.